ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് അടിപൊളി കൊത്തു പൊറോട്ട സെറ്റ് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, തക്കാളി, പച്ചമുളക് എന്നിവ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചു. ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചു. നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പൊറോട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും സവാള ഇട്ട്, അതിനുശേഷം കുറച്ച് പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം തക്കാളി കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അത് മൊത്തം ചിക്കനേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ടു. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഇട്ടു. അതിനുശേഷം ഞാൻ എഗ് മസാല ഇട്ട് കൊടുത്തു. എഗ് മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം അതൊന്ന് 4 സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ നടുക്കിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ബട്ടർ ഇട്ട് കൊടുത്തു. കാരണം ആവശ്യത്തിനുള്ള ബട്ടർ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബട്ടർ ഇട്ടതിന് ശേഷം ആ മുട്ട, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചുറ്റിനും ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് ഉടനെ ഇളക്കരുത്, ഒരു 2-3 മിനിറ്റ്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കണം. ആ മുട്ട നന്നായിട്ടൊന്ന് ഇതായിട്ട് വരണം, സെറ്റായിട്ട് വരണം. അപ്പോൾ ഇപ്പം മുട്ടയും ആ ഒരു സവാളയും കൂടെ നന്നായിട്ട് ആ ഒരു ആ വെളിച്ചെണ്ണയിലും ബട്ടറിലും എല്ലാം കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാനത് വഴറ്റിയ ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പില വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ എടുത്തേക്കുന്ന ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഈ രീതിയിലിടാം. പൊറോട്ട ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പിടാൻ പറ്റില്ല. അതിനുശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പൊറോട്ട നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ലൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലൊന്ന് മുരിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ മുട്ട മിക്സിലേക്ക് ഈ പൊറോട്ട കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തു. പൊറോട്ടയും നമ്മുടെ മുട്ട മിക്സും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊത്തു പൊറോട്ട റെസിപ്പിയാണ്. ഇത് ഞാനിപ്പോൾ ബീഫ് ഗ്രേവിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.